Dear students, MG University third semester BCom Finance and Taxation 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ ബി പാർട്ടിൻ്റെ ആൻസർ ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ബി പാർട്ടിൽ വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് 8 ക്വസ്റ്റ്യൻ കാണും. അതിൽ 6 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളതായിരുന്നു പഴയ സംവിധാനം. ഇപ്പോൾ അതൊരു 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഇപ്പം 32 മാർക്സ് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇത്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഹോൾ ടിക്കറ്റിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻസ് കാണും. അതിൻ്റെ അകത്ത് ആവശ്യമായ ഈ കോവിഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. എനിവേ 13ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത് 13 തൊട്ട് 21ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ബി പാർട്ടിൽ വന്നിരിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് റേറ്റ്സ് പ്രിവെയിലിംഗ് അണ്ടർ GST, ഓൾസോ സ്റ്റേറ്റ് ദി സിറ്റുവേഷൻസ് ഓഫ് സെസ്. അപ്പം ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് GST ആണ്. അപ്പം നമ്മൾ ആ ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് GSTയിൽ ആദ്യമേ കൊടുക്കുന്നത് എന്താണ്? എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്. ഫസ്റ്റ് exempted supplies. Second one, taxable at the rate of 0.25%. അത് എന്തൊക്കെയാണ്? അൺവർക്ക് ഡയമണ്ട്സ്, പ്രഷ്യസ് സ്റ്റോൺസ് എക്സെട്ര. അപ്പോൾ അതിന് 0.25% ആണ്. സെക്കൻഡ്ലി, മൂന്നാമത്തേത് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 3%. ദാറ്റ് ഈസ് ബേസ് മെറ്റൽസ്, ഗോൾഡ്, സിൽവർ എക്സെട്ര. ആ ഡിഫറെൻറ്റ് ടാക്സ് റേറ്റിൽ. ഇനി നാലാമത് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 5%. ഫിഷ് ഫ്രോസൺ ഓർ ഡ്രൈ ഫിഷോ അല്ലെങ്കിൽ ഫ്രോസൺ ഫിഷോ, ദെൻ ഫ്ലോർസ്, പൊടികൾ, ഇതൊക്കെ ഏതാണ്? ഒരു 5% കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ അഞ്ചാമത്തത് ടാക്സബിൾ അറ്റ് റേറ്റ് ഓഫ് 12%. ഫ്രൂട്ട് പൾപ്പ്, ദെൻ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ബ്ലോക്സ്, ദെൻ ആനിമൽ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എക്സെട്ര. ഇതൊക്കെ 12% കാറ്റഗറിയിൽ വരും. ദെൻ ടാക്സബിൾ അറ്റ് റേറ്റ് ഓഫ് 18%. Majority of the goods and services comes under this category. 18% ആണ് majority of goods and services ലെവി ചെയ്യപ്പെടുന്നത്. Then taxable at the rate of 28%. അത് ഏതൊക്കെയാണ്? പെയിൻസ്, വാർണിഷസ്, പാൻ മസാല, നോൺ ആൽക്കഹോളിക് ബിവറേജസ്, ദെൻ ടുബാക്കോ എക്സെട്ര. ഇതിനൊക്കെ 28% ആണ്. ഇനി പാൻ മസാല, ടുബാക്കോ തുടങ്ങിയ ഐറ്റംസിനൊക്കെ അഡീഷണൽ സെസ്സും കൂടി വരും. അതെന്താണ്? കോമ്പൻസേഷൻ സെസ് ഓൺ സപ്ലൈ ഓഫ് ലക്ഷറി ആർട്ടിക്കിൾസ് ആൻഡ് ഡീമെറിറ്റഡ് ഗുഡ്സ് സച്ച് ആസ് പാൻ മസാല, ടുബാക്കോ, ഇതിനൊക്കെ അഡീഷണൽ സെസ് വരും. ദാറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് 28% GST. 28% GSTക്ക് പുറമെ എന്താണ്? നമുക്ക് ടുബാക്കോ പ്രോഡക്ട്സിനും അതുപോലെ തന്നെ ഈ ഏരിയയുടെ ഡ്രിങ്ക്സിനും ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുന്നുണ്ട്. 40%, 65% ഒക്കെയാണ് GSTക്ക് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസിന് 28% പുറമെ അഡീഷണൽ സെസ്സും കൂടി ലെവി ചെയ്യപ്പെടാറുണ്ട്. ഇതാണ് 13th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ 14th ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ആർ ദി ആക്ടിവിറ്റീസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ടു സർവീസസ് അണ്ടർ ഷെഡ്യൂൾ 3. അപ്പോൾ നമ്മളെന്താ? ഫോളോയിങ് ആർ ദി ആക്ടിവിറ്റീസ്. ഒരു സെൻറ്റൻസിൽ ഇൻട്രഡക്ഷൻ കൊടുക്കുക. ഫോളോയിങ് ആർ ദി ആക്ടിവിറ്റീസ് not treated as supply of goods or services under Schedule 3. 1. Services by an employee to the employer. Then 2. Services by any court or tribunal established under any law. The functions performed by MP, MLA, etc. Duties performed by any person in the constitutional capacity or duties by a chairperson or a member of body established by the government or local authority. 6th one is service of funeral, burial, crematorium or mortuary etc. 7. Sale of land or building. 8. Actionable claims other than lottery, betting and gambling. 9. Supply of goods from a place in a non-taxable territory to another non-taxable territory. 10. Supply of warehouse goods to any person before clearance for consumption. 11. Supply of goods by the consignee before the clearance for home consumption. 12. Activities undertaken by the government or any local authority. 13. Any transactions notified by the government. ഈ പറഞ്ഞിരിക്കുന്ന
13 ഈ പറഞ്ഞിരിക്കുന്ന 13 ആക്ടിവിറ്റീസ് ഇതെന്താണ് ഷെഡ്യൂൾ 3 പ്രകാരം സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കണക്കാക്കുന്നില്ല, ടാക്സബിൾ ആയിട്ട് കണക്കാക്കുന്നില്ല. ഇത് ഒരു 13 പോയിൻറ്റ്സ് ഉണ്ട്. ഇത് ഇതേപടി തന്നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 8 മാർക്കാണെങ്കിൽ 8 മാർക്കും കിട്ടും. ആ 13 പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ദെൻ 15th question is, what are the contents of tax invoice in case of input service distributor? ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ടാക്സ് ഇൻവോയ്സിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇപ്പം അത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. An input service distributor invoice shall contain the following details. A. Name, address and GST of the input service distributor. നമ്മളൊരു ഇൻവോയ്സ് സാധാരണയായിട്ട് എന്താ ഒരു ഡീലറോ സപ്ലയറോ ആണെങ്കിൽ നെയിം, അഡ്രസ് ആൻഡ് GST ഓഫ് ദി സപ്ലയർ കാണും. ഇവിടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നെയിം, അഡ്രസ് ആൻഡ് GST ഓഫ് ദി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. Then B. Consecutive serial number not exceeding 16 characters containing alphabets or numerals or special characters unique for a financial year. ഓരോ ഫിനാൻഷ്യൽ ഇയർ നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ളൊരു സീരിയൽ നമ്പർ, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, അത് 16 ക്യാരക്ടേഴ്സിൽ കൂടാൻ പാടില്ല. ദെൻ സി ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ, ദി നെയിം, അഡ്രസ് ആൻഡ് GST ഓഫ് ദി റെസിപ്പിയൻറ്റ് whom credit is distributed. E. Amount of the credit distributed. F. Signature of digital signature of the input service distributor or representative. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഇൻവോയ്സിൽ സാധാരണയായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ 8 മാർക്ക്, ഈ ആൻസർ ഇത്രേ വരുന്നുള്ളൂ. ഇപ്പം 15th ക്വസ്റ്റ്യൻ ഒരു ആൻസറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റുകൾ ഉൾപ്പെടുത്തിയാൽ മതി. എന്താണ് വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ദ നെക്സ്റ്റ് ഈസ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16th ക്വസ്റ്റ്യൻ അതൊരു പ്രോബ്ലമാണ്, ഒരു ചെറിയ പ്രോബ്ലമാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നമുക്കൊരു മിസ്റ്റർ ഗോവിന്ദ് ഡീലർ ഇൻ കോട്ടയം പർച്ചേസ് ഫ്രം മുംബൈ. അപ്പം കോട്ടയത്തുള്ളൊരു ഡീലർ മുംബൈയിൽ നിന്നുമാണ് ഗുഡ്സ് വാങ്ങുന്നത്. ഗുഡ്സ് വർത്ത് ₹40,000, 40,000 രൂപ വരെയുള്ള ഗുഡ്സ് മിസ്റ്റർ ഗോവിന്ദ് ഡീലർ ഇൻ കോട്ടയം പർച്ചേസ് ഫ്രം മുംബൈ. അപ്പം കോട്ടയത്തെ ഡീലർ മുംബൈയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ഗുഡ്സിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 40,000 ആണ്. ഇതിൻ്റെ മേൽ GST അറ്റ് ദി റേറ്റ് ഓഫ് 28%. ഈ ഗുഡ്സിന് എന്താണ് 28% GST ആണ് ലെവി ചെയ്യുന്നത്. ദി ഗുഡ്സ് വെയർ ബ്രോട്ട് ടു കേരള ബട്ട് ലേറ്റർ സോൾഡ് ടു മിസ്റ്റർ കുമാർ ഓഫ് ചെന്നൈ ഫോർ ₹70,000. എക്സ്പ്ലെയിൻ ഹൗ ദി GST ഈസ് കളക്റ്റഡ് ആൻഡ് അലോക്കേറ്റഡ്. ഇതിൻ്റെ മേൽ എങ്ങനെയാണ് GST കളക്ട് ചെയ്യുന്നത്? ഇപ്പം ആദ്യമായിട്ട് എന്താണ്, മുംബൈയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയപ്പോൾ അതിൻ്റെ മേലുള്ള GST കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത് കോട്ടയത്തെ ഡീലർ വീണ്ടും അത് വിൽക്കുമ്പോൾ അതിൻ്റെ മേലുള്ള GST കണക്കാക്കുക. രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് വീണ്ടും റെമിറ്റ് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ സൊല്യൂഷനായിട്ട് വന്നു കഴിയുമ്പം വെൻ പർച്ചേസ് ഫ്രം മുംബൈ, മുംബൈയിൽ നിന്ന് വാങ്ങുമ്പോൾ IGST പെയ്ഡ് ഇൻ മുംബൈ ദാറ്റ് ഈസ് 11,200. 11,200 മുംബൈയിൽ പേ ചെയ്യുന്ന IGST. ദാറ്റ് ഈസ് 28% ഓഫ് 40,000 ബീയിങ് ഇൻട്രസ്റ്റേറ്റ് സെയിൽ. 40,000ൻ്റെ 28% IGST that paid in Mumbai. Then again sold by Govind in Kottayam to a customer in Chennai. ഇപ്പം കോട്ടയത്ത് നിന്നും ചെന്നൈയിലുള്ളൊരു കസ്റ്റമറിനാണ് ഇത് വിൽക്കുന്നത്. വീണ്ടും ഒരു ഇവിടെ എന്താണ് ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്ഫറാണ് വരുന്നത്. സോ ദെൻ അഗെയിൻ IGST ഔട്ട്പുട്ട് ടാക്സ് കളക്റ്റഡ് ബൈ ഗോവിന്ദ് 70,000ൻ്റെ 28% 19,600. ഇപ്പോൾ 19,600 കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ 19,600 പേ ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ മുംബൈയിൽ ഈ സാധനങ്ങൾ വാങ്ങിയപ്പോൾ കൊടുത്ത 11,200 അത് കുറച്ചിട്ട് ബാലൻസ് വരുന്ന എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. സോ ലെസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ബൈ ഗോവിന്ദ്. അപ്പം 19,600 നിന്നും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യും 11,200. സോ IGST ടു ബി റെമിറ്റഡ് ത്രൂ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ 8,400. അത് 19,600 നിന്നും 11,200 കുറച്ചാൽ കിട്ടുന്നതാണ്.
Then again IGST transferred to government of Tamil Nadu 9,800. Then IGST transferred to government of India 9,800. 19,500 50% വെച്ചാണ്. ഇതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനെത്രയാണ്? നമുക്ക് 8 മാർക്കിന് വരുന്ന ഒരു ആൻസറാണ്. 8 മാർക്കിനാണ് ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇത്രയും ആൻസർ നമ്മൾ കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്ന 17th ക്വസ്റ്റ്യൻ ആണ്. അപ്പം 12ാമത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴേക്കും അത് 17th ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ അബൌട്ട് അപ്പോർഷൻമെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട്സ് അണ്ടർ GST. ഇത് സെക്ഷൻ 17 ഓഫ് CGST ആക്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. സെക്ഷൻ 17 ഓഫ് CGST ആക്ട്. ഇതിൻ്റെ ആൻസർ ഹാൻഡ് റിട്ടൺ ആണ്. അപ്പോൾ ഈ ആൻസർ കേട്ടിട്ട് നിങ്ങൾ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഹാൻഡ് റൈറ്റിംഗ് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ അബൌട്ട് അപ്പോർഷൻമെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട്സ് അണ്ടർ GST സെക്ഷൻ 17 ആണ്. അപ്പോൾ അപ്പോർഷൻമെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട്സ് സെക്ഷൻ 17. The out of the integrated tax paid to the central government, the amount of tax calculated at the rate equivalent to the central tax on similar intrastate supply, intrastate alla, similar intrastate supply, shall be apportioned to the central government in the following cases. ഇവിടെ എന്താ താഴെ പറയുന്ന കേസസിൽ ഇതേപോലെയുള്ള ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയുടെ മേൽ ലെവി ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന ആ റേറ്റ് അനുസരിച്ചുള്ള സെസ് അല്ലെങ്കിൽ റേറ്റ് അനുസരിച്ചുള്ള ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്തിരിക്കണം. അതിൽ എ ഇൻ റെസ്പെക്ട് ഓഫ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് ടു ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ or to a registered person paying tax under section 8 of the GST Act. 8 എന്താണ്? കോമ്പോസിറ്റ് സപ്ലൈയും അതുപോലെ തന്നെ മിക്സഡ് സപ്ലൈയുമാണ് സെക്ഷൻ 8ൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സെക്ഷൻ 8 പ്രകാരമുള്ളൊരു സപ്ലൈ ആണ് എങ്കിൽ അവിടെ അപ്പോർഷൻമെൻറ്റ് നടക്കും. അപ്പോർഷൻ ചെയ്തിരിക്കണം. സിമിലർ ആയിട്ട് വരുന്ന ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയുടെ മേലുള്ള ആ റേറ്റ് അനുസരിച്ചുള്ള എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സെക്കൻഡ്ലി in respect of interstate supply of goods or service or both, where the registered person is not eligible for input tax credit. Then C, in respect of interstate supply of goods or service or both, made in a financial year to a registered person who does not avail the input tax credit within the specified period and thus remain in the integrated tax account after expiry of the due date for furnishing of annual return. ഇതാണ് 3ാമത്തെ കണ്ടീഷൻ. അപ്പോർഷൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ട 3ാമത്തെ കണ്ടീഷനാണ്. Then the 4th condition is in respect of input of goods or service or both by an unregistered person or a registered person paying tax under section 8 of the CGST Act. The composite സപ്ലൈയും അതുപോലെ തന്നെ മിക്സഡ് സപ്ലൈയുടെയും ഒക്കെ മേൽ ലെവി ചെയ്യുന്ന ടാക്സ് ആണ് നമ്മൾ ഈ സെക്ഷൻ 8ൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇ ഇൻ റെസ്പെക്ട് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വെർ ദി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിലിറ്റി ഇല്ല. ഇൻ റെസ്പെക്ട് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് രജിസ്റ്റേർഡ് പേഴ്സണ് ഇൻപുട്ട് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇവിടെ എല്ലാം എന്താ പറഞ്ഞിരിക്കുന്നത്? amount of tax calculated at the rate equivalent to the central tax or similar intrastate supply shall be apportioned to the central government in the following cases. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ ഈ കേസസിലെല്ലാം തന്നെ നമ്മൾ ABCDE ഈ എല്ലാ കേസിലും സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്പോർഷൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദി ബാലൻസ് amount of integrated tax remaining in the integrated tax account after apportionment to the central government shall be apportioned as follows. A. To the state where such supply take place, and B. To the central government where the supply takes place in a union territory. The provisions relating to the apportionment of integrated tax shall be applicable to the apportionment of interest, penalty and compounding amount released in connection with the tax
സോ അപ്പോർഷൻഡ്. ഇതതിൻ്റെ ആ തിയറി കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർഗം. ഇതേപടി തന്നെ മെമ്മറൈസ് ചെയ്യുക. ദെൻ if any integrated tax apportioned to a state or to central government on account of a union territory is subsequently found to be refundable to any person, it shall be refunded. Thereafter it shall be reduced from the amount to be apportioned under this section to the state or the central government in such manner and within such time as may be prescribed. ഇതാണ് നമ്മുടെ 17ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. സെക്ഷൻ 17ൻ്റെ എക്സ്പ്ലനേഷനാണ് ഇത്. റെഫറൻസ് ടെക്സ്റ്റിൽ നോക്കി എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ എലാബറേറ്റ് ആയിട്ട് വരും. ഇതിൻ്റെ ഏറ്റവും ബ്രീഫ് ഫോമിലാണ് ഞാൻ ഈ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 17th ക്വസ്റ്റിൻ്റെ ഈ ആൻസർ എന്നത് മെമ്മറൈസ് ചെയ്യുക. നമ്മളത് മെമ്മറൈസ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. ദെൻ അടുത്തതായിട്ട് വന്നിരിക്കുന്ന 18th ക്വസ്റ്റ്യനാണ്. Explain the manner of utilization of input tax credit and order of set off. നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ മാനറും ഓർഡർ ഓഫ് സെറ്റ് ഓഫും ആണ്. 18ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് IGST ഷാൽ ബി ഫസ്റ്റ് യൂട്ടിലൈസ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് IGST. നമ്മൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ യൂട്ടിലൈസേഷനാണ്. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് IGST ഷാൽ ബി ഫസ്റ്റ് യൂട്ടിലൈസ് ടുവേഴ്സ് പേയ്മെൻറ്റ് ഓഫ് IGST. ദെൻ IGST കഴിഞ്ഞാൽ CGST. ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ SGSTയും UTGSTയും ഒക്കെ ആ ഒരു പിക്ചറിൽ വരുന്നുള്ളൂ. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് IGST ഷാൽ ഫസ്റ്റ് ബി യൂട്ടിലൈസ് ടുവേഴ്സ് ദി പേയ്മെൻറ്റ് ഓഫ് IGST and the amount remaining, if any, may be utilized towards the payment of CGST or SGST or UTGST. IGSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആദ്യം IGSTയുടെ സെറ്റിൽമെൻറ്റിന് വിനിയോഗിക്കണം. അതിനുശേഷം ബാലൻസ് വരുന്നുണ്ടെങ്കിൽ CGSTക്ക് വിനിയോഗിക്കാം. വീണ്ടും റിമൈനിങ് ഉണ്ടെങ്കിൽ മാത്രമേ SGSTക്കും UTGSTക്കും വിനിയോഗിക്കാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ്, the input tax credit on account of CGST, then SGST and UTGST shall be utilized towards the payment of IGST. ഇപ്പോൾ ഏതിൻ്റെ മേൽ വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണെങ്കിലും ആദ്യം വിനിയോഗിക്കുന്ന IGSTക്ക് വേണ്ടിയായിരിക്കും. Then CGST, SGST, UTGST. Then only after the input tax credit available on IGST has first been utilized fully. IGST പൂർണ്ണമായിട്ടും വിനിയോഗിച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ CGSTക്കും then SGSTക്കും UTGSTയുടെയും സെറ്റ് ഓഫിന് വേണ്ടി വിനിയോഗിക്കാൻ പാടുള്ളൂ. Therefore, IGST credit shall be utilized towards the payment of IGST and the amount remaining, if any, may be utilized towards the payment of CGST, SGST or UTGST in any order. B. The CGST shall first utilize towards the payment of IGST. ഇപ്പോൾ എന്താണെങ്കിലും ആദ്യം പേയ്മെൻറ്റ് ഓഫ് IGSTക്ക് വേണ്ട വിനിയോഗിക്കാനായിട്ട്. ആൻഡ് എമൗണ്ട് റിമൈനിങ് മേ ബി യൂട്ടിലൈസ് ടുവേഴ്സ് ദി പേയ്മെൻറ്റ് ഓഫ് CGST. ഇപ്പോൾ CGSTയിൽ ഉള്ള എമൗണ്ട് ആദ്യം IGSTയുടെ പേയ്മെൻറ്റിന് വിനിയോഗിക്കും. ബാലൻസ് ഉണ്ടെങ്കിൽ CGSTയുടെ പേയ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കും. ദെൻ C. The SGST shall first be utilized towards the payment of IGST. ഇപ്പോൾ എന്താ IGST ആണെങ്കിലും CGST ആണെങ്കിലും SGST ആണെങ്കിലും ആദ്യം IGSTയുടെ പേയ്മെൻറ്റിന് വേണം വിനിയോഗിക്കാനായിട്ട്. So the SGST shall be first utilized towards the payment of IGST output, if any, and the amount remaining may be utilized in any order except for CGST. അപ്പം SGST എന്താണ്? CGSTയുടെ പേയ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കാൻ പാടില്ല. SGST ആണെങ്കിൽ ഫസ്റ്റ് അതാണ് IGSTക്ക് വേണ്ടി വിനിയോഗിക്കും. ഇപ്പം എക്സെപ്റ്റ് ഫോർ CGSTക്ക് അത് വിനിയോഗിക്കാൻ പാടില്ല. ദെൻ D. UTGST shall be first towards payment of IGST and the amount remaining in any order except CGST. CGST shall not be utilized towards the payment of SGST or UTGST. അപ്പം CGST എന്താണ്? SGSTയുടെയോ UTGSTയുടെ പേയ്മെൻറ്റിന് ഉപയോഗിക്കാൻ പാടില്ല. SGSTയും UTGSTയും CGSTയുടെ പേയ്മെൻറ്റിന് വിനിയോഗിക്കാൻ പാടില്ല. ദെൻ F. The SGST or UTGST shall not be utilized towards the payment of CGST.
ഇതാണ് നമ്മുടെ 18th ക്വസ്റ്റിൻ്റെ ആൻസറാണ്. എക്സ്പ്ലെയിൻ ദി മാനർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് ഓർഡർ ഓഫ് സെറ്റ് ഓഫ്. ഇപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ആണ്. ദെൻ അടുത്തത് 19ാമത്തെ ക്വസ്റ്റിനായിട്ട് വരുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് റീഫണ്ട് ഓഫ് GST? വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ഇൻ വിച്ച് റീഫണ്ട് ഈസ് നോട്ട് അലൗഡ്? റീഫണ്ട് ഓഫ് GST എന്താണ്? ഏതൊക്കെ സാഹചര്യത്തിലാണ് റീഫണ്ട് അലൗ ചെയ്യാത്തത്? സോ GST റീഫണ്ട് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ് ക്യാൻ ക്ലെയിം എക്സസ് എമൗണ്ട് ഇഫ് ദേ പെയ്ഡ് മോർ ദാൻ ദി GST ലയബിലിറ്റി. അപ്പോൾ എന്താണ് മോർ ദാൻ ദി GST ലയബിലിറ്റി? എക്സസ് എമൗണ്ട് അവർ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ക്ലെയിം ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് GST റീഫണ്ട് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി എന്താ? ബൈ സബ്മിറ്റിംഗ് എ റീഫണ്ട് ആപ്ലിക്കേഷൻ, ഒരു റീഫണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, സ്പെസിഫിക് സിറ്റുവേഷൻസ് ആൻഡ് കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു റീഫണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് റീഫണ്ട് ഈസ് അലൗഡ്. ഒന്ന്, ടാക്സ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, റീഫണ്ട് അലൗഡ് ആണ്. ടാക്സ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈസ് ഓഫ് സെസ് യൂണിറ്റ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, tax paid in respect of deemed exports, refund of tax on purchase made by UN or embassies. ഇവിടെ എല്ലാം എന്താണ്? refund of tax is allowable. Then refund rising on account of judgment, order of appellate authority, appellate tribunal or any court. ഈ എല്ലാ സിറ്റുവേഷൻസിലും റീഫണ്ട് ഓഫ് ടാക്സ് അലവബിൾ ആണ്. ദെൻ അടുത്തൊരു സിറ്റുവേഷൻ എന്താ? 6ാമത്തെ സിറ്റുവേഷൻ, റീഫണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ദെൻ 7 ഓൺ ഫൈനലൈസേഷൻ ഓഫ് പ്രൊവിഷണൽ അസസ്മെന്റ്. 8 റീഫണ്ട് ഓൺ പ്രീ ഡിപ്പോസിറ്റ് ഇഫ് നോ ലോങ്ങർ റിക്വയർഡ്. 9 എക്സസ് പേയ്മെന്റ് ഡ്യൂ ടു മിസ്റ്റേക്ക്. ഇവിടെ എല്ലാം റീഫണ്ട് അലൗഡ് ആണ്. എക്സസ് ബൈ മിസ്റ്റേക്ക്, ഇഫ് എക്സസ് പേയ്മെന്റ് ഈസ് മെയ്ഡ്, ദാറ്റ് എക്സസ് പേയ്മെന്റ് ഈസ് റീഫണ്ടബിൾ. ദെൻ 10 refund to international tourist of GST paid on goods in India. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് പേ ചെയ്യുന്ന GST, അവർ വാങ്ങുന്ന ഗുഡ്സിൻ്റെ മേൽ ഇന്ത്യയിൽ GST പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആണ്. റീഫണ്ട് ഓൺ ടാക്സസ് പെയ്ഡ് ഓൺ അഡ്വാൻസസ് അഗൻസ്റ്റ് വിച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഹാവ് നോട്ട് ബീൻ സപ്ലൈഡ്. അഡ്വാൻസിൻ്റെ മേൽ ടാക്സ് ലെവി ചെയ്തു, പക്ഷേ ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ പേ ചെയ്ത ആ ടാക്സും റീഫണ്ടബിൾ ആണ്. റീഫണ്ട് ഓഫ് CGST ആൻഡ് SGST പെയ്ഡ് റോങ്ലി, തെറ്റായിട്ട് CGST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റീഫണ്ടബിൾ ആണ്. ദെൻ സിറ്റുവേഷൻസ് ഇൻ വിച്ച് റീഫണ്ട് ഈസ് നോട്ട് അവൈലബിൾ. ഇപ്പോൾ റീഫണ്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് 12 ഉണ്ട്. ഇനി സിറ്റുവേഷൻസ് വേർ റീഫണ്ട് ഈസ് നോട്ട് അവൈലബിൾ. 1, റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഫുള്ളി എക്സം സപ്ലൈസ്. റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഫുള്ളി എക്സം സപ്ലൈസ്. ഫുള്ളി എക്സം സപ്ലൈസിനല്ലാത്ത മറ്റ് സപ്ലൈയുടെ മേൽ പേ ചെയ്തിരിക്കുന്ന ടാക്സ് ആണെങ്കിൽ അതിന് റീഫണ്ട് അവൈലബിൾ അല്ല. 2, ഗുഡ്സ് ഓർ സർവീസസ് നോട്ടിഫൈഡ്. ഇനി നോട്ടിഫൈഡ് ഗുഡ്സും സർവീസിൻ്റെ മേൽ ഉള്ള ടാക്സ് പേയ്മെൻറ്റിന് റീഫണ്ട് ആപ്ലിക്കബിൾ അല്ല. 3, ഗുഡ്സ് എക്സ്പോർട്ട് ഔട്ട് ഓഫ് ഇന്ത്യ സബ്ജക്ട് ടു എക്സ്പോർട്ട് ഡ്യൂട്ടി. എക്സ്പോർട്ട് ഡ്യൂട്ടിയുടെ പേയ്മെൻറ്റിന് വിധേയമായിട്ട് വരുന്നതാണെങ്കിൽ അതിൻ്റെ മേലും റീഫണ്ട് ഫെസിലിറ്റി ഇല്ല. ദെൻ 4th വൺ ഈസ് ഇഫ് ദി സപ്ലയർ അവൈൽസ് ഓഫ് ഡ്രോബാക്ക്. ഡ്രോബാക്ക് ഫെസിലിറ്റി അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോബാക്ക് എന്താ? റീഫണ്ട് ഓഫ് ദി ഡ്യൂട്ടി പെയ്ഡ് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് യൂസ് ഫോർ എക്സ്പോർട്ട്. എക്സ്പോർട്ടിന് വേണ്ടി അക്വയർ ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ മേൽ അത് വാങ്ങിയപ്പോൾ ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ്, അതിൻ്റെ ഡ്യൂട്ടി പേ ചെയ്ത് അത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എക്സ്പോർട്ടിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേൽ പേ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി, അത് റീഫണ്ട് ഓഫ് ഡ്യൂട്ടി പെയ്ഡ് ഓൺ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് യൂസ് ഫോർ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് യൂസ് ഫോർ എക്സ്പോർട്ട്, ഇതും റീഫണ്ടബിൾ അല്ല. ഈ 4 സാഹചര്യങ്ങളിലാണ് ഇൻ 4 സിറ്റുവേഷൻസ് ഇൻ വിച്ച് റീഫണ്ട് ഈസ് നോട്ട് അവൈലബിൾ. Then 20th question, what is annual return? What are the rules relating to annual return? The annual return for every financial year electronically on or before the 31st day of the December of the following the end of such financial year. Annual return for every financial year shall be filed electronically. Electronically file ചെയ്യണമെന്നുണ്ട്. Then
a statement, the annual return is to be submitted in the prescribed form. A statement reconciling the value of supplies as prescribed shall also be submitted along with the annual return. Annual return ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Number 1, every registered person shall furnish an annual return electronically in form GST 9 within 31st December of the next fiscal year. ഇവിടെ എല്ലാം എന്താ, അടുത്ത ഫിസിക്കൽ ഇയറിൻ്റെ ഡിസംബർ 31 മുമ്പാണ്. 2, a person paying composite tax under section 10 shall furnish the annual return in form GST return 9A and includes all the quarterly returns. 3, every electronic commerce operator, e-commerce operator shall furnish annual statement in form GST return 9B. 4, every registered person has to submit annual return through the common portal within the prescribed time. Then return by a person whose registration is cancelled, section 45 ആണ്. അത് in form GST return 10 within 3 months of such cancellations. ഇപ്പം ഒരു വ്യക്തിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്താണ്, ഫോം GST റിട്ടേൺ 10 ഇങ്ങനെ ക്യാൻസലേഷൻ നടന്ന് 3 മാസത്തിനുള്ള രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇതാണ് 20th ക്വസ്റ്റിൻ്റെ ആൻസർ. വാട്ട് ഈസ് ആനുവൽ റിട്ടേൺ? വാട്ട് ആർ ദി റൂൾസ് റിലേറ്റിംഗ് ടു ആനുവൽ റിട്ടേൺ? Then the 21st question is, tax evasion is not possible under GST. Why? എന്തുകൊണ്ടാണ് GSTയുടെ കീഴിൽ ടാക്സ് ഇവേഷൻ പോസിബിൾ അല്ലാത്തത്? എവറി സപ്ലയർ ആൻഡ് ബയർ ഈസ് ലിങ്ക് ത്രൂ ദി കോമൺ പോർട്ടൽ ഓഫ് GSTN. GST നെറ്റ്വർക്കിൻ്റെ കോമൺ പോർട്ടലിലൂടെ എല്ലാ സപ്ലയേഴ്സും ബയേഴ്സും ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Then input tax credit claim is allowed only when the supplier has reported the same as his output tax collection. അപ്പം ഒരു സപ്ലയർ അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് കളക്ഷൻ്റെ ഭാഗമായിട്ട് ഔട്ട്പുട്ട് ടാക്സ് കളക്ഷൻ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ആകാൻ സാധിക്കുകയുള്ളൂ. Moreover, periodic returns and annual returns should match the input tax credit claim made by every supplier in the chain of supply. Since there is digital monitoring and cross-checking of each and every transaction throughout the chain of supply across the country, evasion is not possible under GST system. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് GST പ്രകാരം ടാക്സ് ഇവേഷൻ പോസിബിൾ അല്ലാത്തത്? ഇതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ പാർട്ട് ബിയുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.